ഹാ ഗായ്സ്, നമ്മളിവിടെ വന്നപ്പം കാണുന്നത് ഷാനിൻ്റെ മുടി ഇവിടുന്ന് ഒപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ടൗണിലും പോകണ്ട, എവിടെയും പോകണ്ട, ഇവിടുന്ന് ഷാനിൻ്റെ മുടി ഒപ്പിക്കുന്നത് നമ്മൾ സ്വന്തം മിജാസ്. അവൻ്റെ വീഡിയോ എടുത്തോണ്ട് ഞാൻ വരുമ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ആരാ സജീർ. അവിടെ നോക്കുമ്പോൾ എന്നെ വിളിച്ച സവാദിനെ അവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു സവാദർ പോയി. അപ്പോൾ വീട്ടിൽ പേക്ക് ചെയ്തുകൊണ്ട് നിൽക്കാന്ന് പറയാം. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒന്ന് കാണുന്ന പേക്ക് ചെയ്യുന്ന ഓൻ തന്നെ തിന്നാ, എന്നിട്ട് ഓൻ തന്നെ പേക്ക് ചെയ്യുക. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എനക്കും തന്നു. അപ്പം പറഞ്ഞു കല്ലും കൈയുണ്ട്, അതുണ്ട് പേക്ക് ചെയ്യാനെന്ന്. ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു, പറഞ്ഞു മാറ്റി വെച്ചിരിക്കുന്നു. അങ്ങനെ ബാക്കിയുള്ള പണിയും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ തിന്നുകൊണ്ട് തന്നെ പേക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പേക്ക് ചെയ്യുക, കെട്ട ബോക്സിൽ വെക്കുക. അപ്പോഴാണ് നമ്മൾ ഷാനു കയറി വരുന്നത്. ഷാനു വന്ന് പിന്നെ തരിച്ചിരിക്കുക. പോകുന്നതിൻ്റെ തരിപ്പാണത്. എല്ലാവർക്കും അറിയാം, പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ വിഷമം തലവൻ ഇങ്ങനെ പേക്ക് ചെയ്ത് നോക്കുന്നു, ഒരു ഇളം പുഞ്ചിരെല്ലാം തരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി സവാദ് പറയുക, ഇനി വിഷമിക്കുന്നത് എന്തിനാ, എൻ്റെ ഒപ്പം ഞാനും വരാല്, ഇനി അതാ എൻ്റെ സീവിങ് എടുത്തോ, ഞാൻ എൻ്റെ ഒപ്പം തന്നെ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് എത്തിയോടെ നിനക്ക് വിസ അയക്കുന്നൊക്കെ പറഞ്ഞ് സവാദ് ഓരോ തമാശകൾ പറഞ്ഞു കൂടുന്നു ഷാനിൻ്റെ കൂടി. അപ്പോൾ അതൊക്കെ പിന്നെ ബാക്കിയുള്ള ടീംസുകളും വന്നു തുടങ്ങി. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് തന്നെ പാക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ സ്വതവയാണല്ലോ, ഗൾഫിൽ നിന്ന് വരുന്ന സന്തോഷം നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്തായാലും കിട്ടാൻ പോകുന്നില്ലല്ലോ. തിരിച്ചു പോകുമ്പോൾ ഓൾറെഡി ഫാമിലി എല്ലാം ഒന്ന് വിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു നമ്മളെന്താ പറയുക, സങ്കടം ഷാനുണ്ട്. പക്ഷെ അത് അതിൻ്റെ ഇടയിൽ ഓരോ തമാശയിൽ പല ആൾക്കാരും പറയുന്നുണ്ട്. എന്താ വെച്ചാൽ അവൻ്റെ പെട്ടിൽ മൊത്തം പൊട്ടിയാപ്പോൾ നമ്മളെ വറുത്തായി, അങ്ങനത്തെ കുറേ ചിപ്സുകളും പിന്നെ തേമുട്ടായി, നോസ്റ്റാളജികളുടെ കുറേ മുട്ടായികൾ. അപ്പോൾ നമ്മളെ കമ്പനിക്കാർ പറയാം, ഞാൻ അവിടെ പെട്ടിപ്പിടി തുടങ്ങാൻ പോകാം, ഞാൻ പെട്ടിപ്പിടി തുടങ്ങി കച്ചവടം ചെയ്യാൻ പോകുന്നത്. അങ്ങനത്തെ കുറേ തമാശകൾ പറഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീണു, ചക്കാത്തി വീണു. ഇതാ നമ്മളെ വിയാപ്പള സലാല വെട്ടിപ്പൂടി നടത്താൻ പോകുന്നത്. ആ ടൈമിൽ അവിടത്തേക്ക് വന്ന വീരപ്പൻ പെട്ടി തന്നെ കൈയിട്ടു ആടുന്നത് പൂള വറുത്ത. പൂള വറുത്ത കണ്ടപ്പോൾ വീരപ്പൻ അത് പൊട്ടിച്ച് ഓനവൻ്റെ പണിയെടുത്ത് ഇങ്ങനെ തിന്നാൻ തുടങ്ങി. പക്ഷെ അവൻ ചോദിക്കുന്നില്ല, ആരെങ്കിലും വേണമെന്നും ചോദിക്കുന്നില്ല, ഒറ്റക്ക് തന്നെ തിന്നാണ്. പിന്നെ അവൻ പറയടാ ഞാളെല്ലാം കാണിക്കുന്നു പറഞ്ഞിട്ടതാ ഞാൻ ഉൾപ്പെടെ എടുത്തിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് എല്ലാവരും കാണിക്കാണ്. ഇപ്പം നമ്മളുള്ള 4 ആൾക്കാരാണ്. അപ്പോൾ വീരപ്പൻ്റെ കൈമിൽ ടാപ്പ് കൊടുത്തിട്ടാണ്. അങ്ങനെ ടാപ്പ് കൊടുത്താൽ പിന്നെ പറയാൻ വേണ്ട, ഓൻ്റെ കൈമിൽ എന്ത് കിട്ടിയാലും അത് തീർക്കാണ്ട് എനിക്ക് വേറെ ഒരു ഓപ്ഷനും എനിക്കുണ്ടാവില്ല. ടാപ്പ് കൊടുത്തോണ്ട് ടാപ്പ് ചുറ്റി അങ്ങനെ ലാമിനേഷൻ ചെയ്യുന്നവരെ മൊത്തം ചുറ്റി ഒരു പെട്ടി അത്രയും ചുറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കേൾക്കുന്നില്ല. കാരണം ആ ടാപ്പ് ചുറ്റി അത് തീരുന്നവരെ ചുറ്റി തീർത്തതിന് ശേഷമാണ് അവൻ ഇത് നിർത്തുന്നത്. അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ നൗഷാദ് എന്ന വീരപ്പൻ. അങ്ങനെ അവനിക്ക് പോകാനുള്ള കാർട്ടൂണെല്ലാം പാക്ക് ചെയ്ത് വെച്ച് ലാമിനേഷൻ എല്ലാം മൊഞ്ചി തന്നെ നൗഷാദെല്ലാം പാക്ക് ചെയ്ത് വെച്ച് പേരെല്ലാം എഴുതി പുറത്ത് പോയി കുത്തിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ നമ്മളെ സ്വന്തം സുറൂർ വന്ന് അവിടെ ഇരിക്കുന്നത്. നാളെ പിന്നെയും ചോറൊന്നും വെച്ചിട്ടില്ല, ഇപ്പൊ ക്യാൻസൽ ആയാലും എന്തായാലും. നൗഷാനെ പറ ഉച്ചക്ക് അവിടെ ചോറൊന്നും ഇല്ല. അപ്പൊ നൗഷാ പറഞ്ഞതാണ് എനിക്ക് ചോറൊന്നും വേണ്ടടാ, ചോറൊന്നും വേണ്ട, അവനെ മുഖത്തുള്ള സങ്കടപ്പാട് കൊണ്ട് എനിക്ക് ചോറ് വേണ്ടെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചോറ് വിളമ്പിയാൽ ഫസ്റ്റിരിക്കുന്ന ആരാ, നമ്മളെ നൗഷാദാണ്. അങ്ങനെ നമ്മൾ ഇതുപോലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടത്തേക്ക് നമ്മളെ സജീർ നടന്നു വരുന്നത്. സജീർ വന്നു, എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞു നിൽക്കുമ്പോഴാണ് ബാക്കി നമ്മളെ ക്യാൻസൽ എന്താന്ന് അറിയില്ല. അപ്പോഴാണ് അവൻ്റെ ഷാനിൻ്റെ ഉമ്മ വന്നിട്ട് പറഞ്ഞത്, മക്കളെ ചോറുണ്ടാക്കിയിട്ട് ചോറ് വന്ന് തിന്നോളിയെന്ന്. അതുവരെ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ബീരപ്പനുണ്ടല്ലോ, ബീരപ്പനാണ് എല്ലാവരും കൂട്ടിക്കൊണ്ടുപോയതും എല്ലാവരും തിന്നിച്ചത്. അപ്പോഴത്തേക്ക് അവിടെ നമ്മളെ റിയാസ് എത്തി. അങ്ങനെ ഇനിയും കുറേ ആൾക്കാർ എത്താനുണ്ട്. ഓരോരുത്തർക്ക് ഓരോ തിരക്കിലും പണിയിലൊക്കെ ആയതുകൊണ്ട് ആരും എത്തിയില്ല. അപ്പോൾ വന്നോലൊക്കെ അടിച്ച് മാറാൻ തുടങ്ങി. ഇനി താരടാ ബാബുവല്ലേ അന്നേരം സവാദ് പറഞ്ഞു, ഇത് ആരും തൊടണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടേ വെച്ചോളൂ, എന്നെ കൊണ്ട് പറ്റുന്ന സംഗതിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സവാദ് പെട്ടിയും തൂക്കി പോന്നു.
ഇങ്ങനെ ഫുള്ള് ഭാഗ്യത്തിന് പുറേ കൊണ്ടാക്കാണ്ട് നേരെ വണ്ടി തന്നെ കൊണ്ടാച്ചിക്ക്. അങ്ങനെ ഷാനു പോവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ലൈസൻസും കെട്ടി ഇറങ്ങുന്നതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ എനിക്ക് സങ്കടം ഉണ്ട്, പോകാനുള്ള ഒരു മടിയും എനിക്കുണ്ട്. ഇപ്പൊ രണ്ടും കൽപ്പിച്ചും പോവാണ്. അങ്ങനെ ഷാനു ഇറങ്ങാനായി. അപ്പോൾ ഹാൻഡ് ബാഗ് കണ്ടപ്പോൾ അത് ഞാനും എടുത്ത് അവരെ പുറക്കാരോട് ഞാനും പോവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നേരെ ടാറ്റെല്ലാം പറഞ്ഞു. അങ്ങനെ പോവാണ്. ഷാനു ഉള്ളിലുണ്ട്. ഷാനു ഉള്ളിൽ നിന്ന് പുറക്കാരുള്ള സങ്കടപ്പാടെല്ലാം പറഞ്ഞു പോവാണ്. വിഷമത്തോടെ ഇങ്ങനെ ഇറങ്ങിയാണ്. അങ്ങനെ വണ്ടി കയറി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ എയർപോർട്ടിലേക്ക് വണ്ടി തിരിച്ചു.